നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യാപിതാവ് അഥവാ സ്വന്തം അമ്മാവനെ കാണാൻ ഹെലികോപ്റ്റർ പിടിച്ച് ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ദൂർത്തടിച്ച് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയേ അല്ല, വിവാദവുമല്ല. ഒന്ന് ആലോചിക്കണേ, ഇത് പിണറായി വിജയനാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തൊരു വിവാദമായി മാറിയേനെ. ഇതിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് ജാതി പ്രിവിലേജ്. അതായത് മേനോൻ ചെയ്താൽ അതൊക്കെ സാധാരണ, പക്ഷേ മുണ്ടയിൽ കോരന്റെ മകൻ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ ധൂർത്തടിക്കുന്ന കണ്ടില്ലേ, ഖജനാവിലെ പൈസ എടുത്തിട്ട് ഒരു കോരന്റെ മോനായിട്ട് വളർന്നവൻ കാണിക്കുന്ന ധൂർത്ത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നവർ ഇന്നിപ്പോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതേ നോക്കിയേ, മഴ, മുഖ്യമന്ത്രിക്ക് കൊച്ചിയിൽ ഇറങ്ങാനായില്ല. ഇതാണ് മനോരമയുടെ ക്യാപ്ഷൻ. മഴയായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊച്ചിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നീതിപൂർവമല്ലാതെ ചെയ്യുന്ന പലതിനെയും പ്രകൃതി തന്നെ സ്വമേധയാ തടസ്സപ്പെടുത്തും. കാര്യം, ഖജനാവിലെ പണമെടുത്ത് പണമില്ല പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്നൊക്കെ ഈ നാഴികയ്ക്ക് 40 വട്ടം സമൂഹത്തിനോട് പറഞ്ഞതിന് ശേഷം അതേ ഖജനാവിലെ പണമെടുത്ത് അമ്മാവനെ കാണാൻ ഒരു മരുമോൻ പോകുമ്പോൾ വലിയ ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിട്ടൊക്കെ ചെല്ലുമ്പോൾ കാറ് പിടിച്ച് ചെന്ന ഒരു ഗുമ്മുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? ലക്ഷങ്ങൾ എടുത്ത് അങ്ങ് എറിയുക. നമ്മളെ പോക്കറ്റിൽ നിന്ന് പോകുന്ന കേസൊന്നും അല്ല, ഖജനാവിലെ അല്ലേ, ഇവിടുത്തെ കുറേ പേര് വെയിൽ കൊള്ളുന്ന പൈസയല്ലേ, അത് എറിഞ്ഞ് ഹെലികോപ്റ്ററിൽ അവിടെ ചെന്ന് ഇറങ്ങി പോയി കാണുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഗുമ്മും ഒരു വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് മരുമോൻ എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹം ഇന്നലെ ആരും അറിയാതെ ഒരു വാർത്തയും ഇല്ലാതെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം പണം പൊടിച്ചിറങ്ങിയത്. അതിനെ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടേ. അതായത് ആർക്കും ഒരു വിഷമവും തോന്നാതെ ഒരു ചെറിയ കോളം വാർത്ത, മഴ, മുഖ്യമന്ത്രിക്ക് കൊച്ചിയിൽ ഇറങ്ങാനായില്ല. അതിനുശേഷം കൊടുക്കുന്നു, കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ഇറക്കാതെ തിരികെ തിരുവനന്തപുരത്തേക്ക് പോയി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പിന്നീട് കാലാവസ്ഥ സാധാരണ നിലയിലായതിനെ തുടർന്ന് 2:15 മടങ്ങിയെത്തി. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഭാര്യാപിതാവ് വേലായുധൻ കുട്ടിയെ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അടിയന്തരമായി കൊച്ചിയിലെത്തിയത്. കേട്ടല്ലോ, വേലായുധൻ കുട്ടി എന്ന അമ്മാവനെ കാണാനായിട്ട് 2 തവണ, അതായത് കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നു. ഇവിടെ വെയിറ്റ് ചെയ്തു, പിന്നെയും പോയി. അതായത് കൊച്ചിയിലേക്ക് 6 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു. 6 തവണ യാത്ര ചെയ്തപ്പോൾ അതിൻ്റെ ഇന്ധനത്തിൻ്റെ തുക, അത് ഇത്രയും സമയം സഞ്ചരിച്ചതിന് മണിക്കൂറുകളുള്ള വാടക, ഇതൊക്കെ എവിടെ നിന്ന് ആര് കൊടുത്തിട്ടുണ്ടാകും? സ്വാഭാവികമായിട്ട് ഖജനാവ്. നമുക്കിപ്പോൾ മുണ്ട് മുറുക്കി ഉടുക്കേണ്ടതാണ്, ചെലവൊന്നും അധികം ആരും വരുത്തരുത് എന്ന് പറഞ്ഞതിന് ശേഷം അമ്മാവനെ കാണാൻ ഇവിടെ നിന്ന് രാവിലെ വന്ദേ ഭാരത് ട്രെയിനിൽ പോയാൽ എത്ര രൂപ ചെലവാകും? ഒരു 1000 രൂപയ്ക്ക്, 1000 1500 രൂപയ്ക്ക് അകത്തുള്ള ചെലവ്. തിരിച്ച് അദ്ദേഹത്തിന് ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ മടങ്ങി വരാം. അതായത് അമ്മാവനെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലുമൊക്കെ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടി ഉണ്ടായിരിക്കുക, മാറ്റിവെക്കുക. കാര്യം ഇന്നലെ ബുധനാഴ്ചയൊന്നും ആയിരുന്നില്ല. ബുധനാഴ്ചയാണെങ്കിൽ ക്യാബിനറ്റ് ഉണ്ടെന്ന് പറയാം. ബാക്കി ഉദ്ഘാടന പരിപാടി അങ്ങ് മാറ്റിവെച്ചിട്ട് അമ്മാവനെ പോയി കണ്ടിട്ട് അടുത്ത ട്രെയിനിൽ വന്നാൽ പറ്റില്ലേ? അതെങ്ങനെ? അത് പറ്റത്തില്ലല്ലോ. നമ്മൾ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ഈ മേനോൻ ദാമോദരനൊക്കെ സഞ്ചരിച്ചിരുന്ന ആ ഒരു ഗുമ്മൊക്കെ വരുത്തണ്ടേ? ആ ഗും വരുത്താൻ വേണ്ടി ഒറ്റ യാത്രയിലൂടെ ഖജനാവിൽ നിന്ന് പൊടിച്ചു കളഞ്ഞത് എത്ര ലക്ഷം രൂപയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ചികിത്സാ ചെലവിന് കൊടുത്തിരുന്നെങ്കിലോ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരുന്നെങ്കിലോ? അപ്പോ ഈ നാക്ക് കൊണ്ട് പറയുന്നതിനപ്പുറം എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സിമ്പിളൻ ചമഞ്ഞുള്ള അത്യാഡംബര ധൂർത്ത് എന്നതിന്റെ തെളിവാണ് അമ്മാവനെ കാണാൻ വേണ്ടി കൊച്ചി വരെ ഹെലികോപ്റ്റർ പിടിച്ചു പോയ ആ രീതി എന്ന് പറയേണ്ടി വരികയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല, വാർത്തയാക്കിയില്ല, വിവാദമാക്കിയില്ല. ഇന്നലകളിൽ പോലീസിന് വേണ്ടി വാടകയ്ക്കെടുത്ത അതേ ഹെലികോപ്റ്റർ അത് പിണറായിയുടെ യാത്രയ്ക്ക് വേണ്ടിയാണെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ വാർത്തയാക്കാതെ മുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലെ ജാതിബോധവും ജാതി പ്രിവിലേജും എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയേണ്ടതാണ്.